സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന സുഗന്ധം അടിച്ചു വീശും. എന്തിലേക്ക്? 40 കൊല്ലം ഒരു കുതിരയോ നിപുണനായ ഒട്ടകം ഓടി എത്ര ദൂരത്തോ അത്ര ദൂരത്തേക്ക് അടിച്ചു വീശും. എന്ത് പരിമളം അടിച്ചു വീശും എന്ന് ഒരു ഹദീസ്. വേറൊരു ഹദീസ് വേറെ ഹദീസ് 40 കൊല്ലത്തെ വഴി ദൂരം. സ്വഹീഹുൽ ബുഖാരി അടക്കം ഈ ഹദീസൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇമാം തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസ് 40 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അതിന്റെ പരിമളം അടിച്ചു വീശും. ഒരു അഭിപ്രായം, ഒരു ഹദീസ് 70 കൊല്ലത്തെ വഴിദൂരത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും. പരിമളം എന്ന് പറഞ്ഞ പരിമളം റൈഹാനത്ത് എന്ന പുഷ്പം നിങ്ങൾ തടയരുത് എന്ന ഹദീസിലുണ്ട്. എന്തുകൊണ്ട്? സ്വർഗീയ പരിമളത്തിന്റെ ഒരു അല്പം അതിന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും? സുഗന്ധം പൂശും. സുഗന്ധം സ്വർഗീയ അവസ്ഥയാണ്, സ്വർഗത്തിൽ പോകുന്നവരുടെ അവസ്ഥയാണ്. ചിലർ ഇവിടെ നടക്കും, ചിലർ ഇവിടെ നടക്കും, ആക്കല് കൂട്ടും. മനസ്സിലായില്ലേ? ഭക്ഷണത്തിന് ചെലവാക്കിയതിനേക്കാൾ സുഗന്ധത്തിന് ചെലവാക്കിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ പരിമളം ഒരു ഹദീസിൽ 40 കൊല്ലത്തെ വൈദൂരത്തിലേക്ക് അടിച്ചു വീശും. ഒരു ഹദീസിൽ 70 കൊല്ലത്തെ വൈദൂരത്തിലേക്ക് അടിച്ചു വീശും. തുർമദി ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്ക്. ഇനി വേറെ തൊബ്രാനി രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് കേട്ടോളൂ. عن أبي بكرة رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول ഹബീബായ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റിഹുൽ ജന്ന യൂജദ് മിൻ മസീറത്തി 100 ആം. സ്വർഗത്തിന്റെ പരിമളം 100 കൊല്ലത്തിന്റെ വഴി ദൂരത്തേക്ക് അടിച്ചു വീശും. അപ്പൊ ആ വാതിലുള്ള പരിമളം എത്ര ഉണ്ടാവും? ഈ പരിമളത്തിന് വാസന കുറഞ്ഞു പോവുകയല്ലേ ചെയ്യാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അത് പുറപ്പെടുന്ന സ്ഥലത്തെ പരിമളത്തുണ്ടാവും. വേറെ ഹദീസാണ് എത്ര? ലയൂജദു മിൻ മസീറത്തി 100 ആം. 100 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അതിന്റെ പരിമളം അടിച്ചു വീശും. അത്ര സുഗന്ധമായിരിക്കും. സുഗന്ധം എന്ന് പറഞ്ഞ ഒരു സംഭവം. ഒരിക്കലും സുഗന്ധം ഒഴിവാക്കരുത്. സുഗന്ധം എപ്പോഴും ഉണ്ടാവണം. തീറ്റ കുറച്ചാലും പാടില്ല, സുഗന്ധം കൂട്ടണം. സുഗന്ധം മനുഷ്യനെ ആക്കല് കൂട്ടും, ആമാശയത്തെ ശുദ്ധിയാക്കും. ചില സുഗന്ധങ്ങളുണ്ട്. ഊത് പുകക്കുന്ന ആളുകൾക്ക് ആമാശയത്തിന് കരുത്തുണ്ടാവും. നിർജസ് ആക്കല് കൂട്ടും. റൈഹാനത്ത് ഭയങ്കര സന്തോഷം നൽകും. റൈഹാന പുഷ്പം. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും നല്ലതാ സുഗന്ധം. സുഗന്ധം ഒഴിവാക്കാൻ പാടില്ല. അത്രയും നല്ല സുഗന്ധം. ഒരു ഹദീസ് നമ്മൾ എത്ര ഹദീസ് കണ്ടു? ലയൂജദു മിൻ മസീറത്തി 40 ആമ ലയൂജദു മിൻ മസീറത്തി 70 ആമ വലയൂജദു മിൻ മസീറത്തി 100 ആം. സ്വർഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം ഒരു റിവായത്ത്, ഒരു ഹദീസ് 40 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശും. ഒരു റിവായത്ത് 70 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശും. ഒരു റിവായത്ത് 100 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശും. കഴിഞ്ഞിട്ടില്ല. കേട്ടോളൂ. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لرائحة الجنة لتوجد من مسيرة 500 عام. സ്വർഗത്തിന്റെ പരിമളം 500 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശും. അങ്ങനെയുണ്ട്. 500 കൊല്ലം നിപുണനായ ഒരു ഒട്ടകം ഓടിയാൽ എത്ര ദൂരം എത്തും? ആ ദൂരത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും. സുഗന്ധം, ഇത്രയും സുഗന്ധം. നോക്കൂ നിങ്ങൾ. അപ്പൊ ആ വാതിലിന്റെ അനുഭവം എത്രയിരിക്കും? അതിന്റെ ഒരു സന്തോഷം എത്രയിരിക്കും? മനസ്സിലായില്ലേ? നമ്മള് ഒരു സുഗന്ധം വിൽക്കുന്ന കടയുടെ മുന്നിലെത്തിയാൽ ആര് നിന്നോ? എന്തുകൊണ്ട്? ഒരു സുഗന്ധം വിൽക്കുന്ന, നേരെ മറിച്ച് ഒരു എല്ലിൽ ലോറി നിർത്തിയിട്ടാണെങ്കിൽ നിൽക്കുമോ? ഒരു എല്ലുവണ്ടിയാണ്, ഒരു എല്ലുവണ്ടി നിർത്തിയിട്ടടുത്ത് നമ്മൾ ചായ പിടിക്കാൻ കയറുമോ? എന്തുകൊണ്ട്? അവിടെ വൃത്തിയുടെ വാസന ഉണ്ടാവും.
500 കൊല്ലത്തെ വഴി ദൂരത്തിലേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും. അപ്പോൾ ആ വാതിലിന്റെ പരിമളം എത്രയായിരിക്കും, അതിന്റെ മനോഹാരിത എത്രയായിരിക്കും? അതിനനുസരിച്ച് നോക്കൂ, നിങ്ങൾ മനോഹരമായ വർണ്ണം ഉണ്ടാക്കുന്നതാണ് ആ വാതിലിന്റെ അസ്ലിൽ പോലും ഉള്ളതെങ്കിൽ അവിടെ അള്ളാഹു ഒരുക്കി വെച്ച അത്ഭുതം എത്രയായിരിക്കും? മാത്രല്ല ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെ എന്ന് പറഞ്ഞാൽ അതിന് അത്ഭുതമല്ല. ഒരാള് ഒരു നാട്ടിന് മുഴുവനും ഒരു ഗ്ലാസിന്റെ വിശാലമായ ഒരു ഗ്ലാസിന്റെ ഒരു വാതിലാണ് വെച്ചു, ഒരു വീടിനല്ല. ഇത് ഒരു അത്ഭുതമല്ല. ഗ്ലാസ് മനസ്സിലായോ? എന്നാൽ ഒരു കൊട്ടാരത്തിന് ഒരാൾ അതിന്റെ മതില് മുഴുവനും ഗ്ലാസ് ആക്കി, അത് അത്ഭുതമല്ലേ? മനസ്സിലായില്ലേ? കൊട്ടാരത്തിന്റെ ഗേറ്റ് അല്ല, എന്ത് അത്രയും ദൂരം, അത്രയും വിശാലമായ വാതില് എന്നല്ല, ഞാൻ അകലം പറയാനാ പറഞ്ഞത്. ഒരു കൊട്ടാരത്തിന്റെ മതില് മൊത്തം ഗ്ലാസ് ആണെങ്കിൽ അത്ഭുതമല്ലേ? അത് കാണാൻ ആളുകൾ പോകൂലേ? അതൊരു നാട്ടിനാണെങ്കിലോ ചിന്തിക്കാൻ കഴിയുന്നില്ലോ. എത്ര വീതിയുണ്ട് നാട്? ഒരു 2 കിലോമീറ്റർ വീതിയുള്ള ഒരു നാട്. ആ നാടിന് മൊത്തം ഗ്ലാസിന്റെ ഒരു മതിൽ വെച്ചാലോ? എങ്കിൽ 500 കൊല്ലത്തെ വൈദൂരം മൊത്തം ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഭംഗി എത്രയായിരിക്കും? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ല? ഒരു മതില് മൊത്തം ഗ്ലാസ് ആണെങ്കിൽ, പളുങ്കിന്റെ ഗ്ലാസ് ആണ് ഒരു മതില് മൊത്തമാണെങ്കിൽ അത് അത്ഭുതമല്ലേ? ആണല്ലോ. മനസ്സിലായില്ലേ? ഒരു പർലോങ് ദൂരം മതിൽ വെച്ചാൽ ഗ്ലാസ് അത്ഭുതമല്ലേ? ഇതൊരു നാടിന് 2 കിലോമീറ്റർ ഉള്ള ഒരു നാടിന് ഗ്ലാസിന്റെ ഒരു മതിൽ വെച്ചാൽ അത്ഭുതമല്ലേ? ഇത് 2 കിലോമീറ്ററും അല്ല. എത്രയാണ് അതിന്റെ വീതി? എത്രയാ പറ? എത്ര? ഇന്നലെ നമ്മൾ കണ്ടല്ലോ, എത്ര 100 കൊല്ലത്തെ വഴി ദൂരവും ഉള്ള വാതിലും ഉണ്ട്. ഏറ്റവും ചെറിയതാണ് എന്ത്? മക്കയിൽ നിന്ന് ബസ്ര വരെ. എങ്കിലും സൗന്ദര്യം എത്ര ഇരിക്കും? അതാണ് അജബൻ അജബ. അതിന്റെ അത്ഭുതം വർണ്ണിക്കാൻ കഴിയുകയില്ല. അത് വെക്കുന്നത് അത് മാത്രമല്ലല്ലോ. ഒരു സംഗതി വെക്കണമെങ്കിൽ തക്കാളിപ്പട്ടിക്കാരെങ്കിലും ഗോദ്രേജോട് പുട്ടുണ്ടാക്കും. മനസ്സിലായില്ല? നമ്മളെ തുണി, പഴയ തുണിയും കുപ്പായം ഇടാൻ വേണ്ടിട്ട് നമ്മൾ തക്കാളിപ്പട്ടി അവിടെ നിന്ന് വാങ്ങിക്കൊടുന്നു. എന്നിട്ട് പിന്നെ നമ്മള് അങ്ങാടി പോയിട്ട് വെറുതെ ഇട്ടതാ. പൊളിഞ്ഞ തക്കാളിപ്പൊട്ടി ആരും വെറുതെ കൊടുക്കൂലേ? ആ തക്കാളിപ്പൊടി നമ്മൾ പെട്ടി കൊണ്ടുവന്ന് വെച്ച് അപ്പൊ ഇതിന് പൂട്ട് വേണ്ട വിചാരിച്ച് പിന്നെ പൂട്ടിന് പോയി അങ്ങനെ ഒരു 250 രൂപേന്റെ പൂട്ട് വാങ്ങി ആരെങ്കിലും തക്കാളിപ്പൊട്ടി കൊടുക്കും. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? 1000 രൂപേന്റെ പെട്ടിക്കല്ലേ 100 രൂപേന്റെ പൂട്ടിടുള്ളൂ. ഒരു കാര്യം വെക്കുമ്പോൾ അതിന് അർഹതയുള്ള, അതിനനുസരിച്ചല്ല ഉണ്ടാവണ്ടേ? 500 കൊല്ലത്തെ പരിമളം അടിച്ചു വീശുമെങ്കിൽ, ഈ ഗേറ്റിലൂടെ അടിച്ചു വീശുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റുള്ള സൗന്ദര്യം എത്ര ഉണ്ടാവും? മനസ്സിലായോ പറഞ്ഞത്? ഏറ്റവും സുന്ദര കുട്ടന്മാരെ മാത്രം സ്വീകരിക്കാൻ വേണ്ടി അതിന്റെ തുടക്കത്തിൽ തന്നെ മനോഹരമായ 2 പുഴകൾ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റിന്റെ അകലത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ എത്രയിരിക്കും? ഇതുകൊണ്ടാണ് സ്വർഗവാതിലിനെ പറ്റി പറഞ്ഞപ്പോൾ കൊതി വന്നത് സയ്യിദുനാ സിദ്ദീഖ്. സ്വർഗവാതിലിന്റെ വർണ്ണന മുത്ത് റസൂൽ പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊതി വന്നു പോയി സയ്യിദുനാ സിദ്ദീഖിന്. സിദ്ദീഖ് കരഞ്ഞു. എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, നബിയെ, എന്നെ അള്ളാഹു അതിൽ കയറ്റിയാൽ തന്നെ ഒരു വാതിലിന്റെ സൗന്ദര്യമല്ലേ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇന്ന മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലുണ്ട് ചില ആളുകൾ, അല്ലദീന യദ്ഖുലൂന ജന്ന ബിഅബ്വാബി സമാനിയത്തി കുല്ലിഹാ, 8 വാതിലിലൂടെയും കടക്കുന്ന ആളുകൾ എന്റെ സമുദായത്തിലുണ്ട്. അർജു അൻ തകൂന മിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് താങ്കൾ ആവാനാണ് സാധ്യത. അർജു അൻ തകൂന മിൻഹും, അതിൽപ്പെട്ട ഒരാളാണ് താങ്കൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്തുകൊണ്ട് എന്റെ കൊതി വരാൻ കാരണം ആ വാതിലിന്റെ സൗന്ദര്യത്തിന് ആകൃഷ്ടനായി സയ്യിദ്ന സിദ്ദീഖ്. ചില വാതിലോ ചില അനിവാര്യത്തിൽ 500 കൊല്ലത്തെ ദൂരത്തേക്ക് പരിമളം അടിച്ചു വീശും. എങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആ പരിമളത്തിന്റെ അവിടെയുള്ള ഏരിയ എന്തായിരിക്കും? നമ്മൾ കോലം തുടക്കത്തിൽ തന്നെ കോലം മാറ്റി എന്തിനും ഉഷാറായ രൂപത്തിലല്ലെങ്കിൽ മനസ്സിലായോ, ആ പരിമളത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കേണ്ട ഉള്ളിലേക്ക് അത്രയും അത്ഭുതമായിരിക്കും. അതിനനുസരിച്ച് മനുഷ്യനുണ്ട് വളർത്തും ഉയർത്തും. 500 കൊല്ലത്തെ ദൂരത്തേക്ക് ആ പരിമളം അടിച്ചു വീശും. അമൽ ചെയ്ത് എടുത്തു പറയുന്നവർക്ക് ആ പരിമളം ആസ്വദിക്കാൻ കഴിയുകയില്ല. വെറുപ്പിച്ചവർ ആ പരിമളത്തിൽ എത്തുകയില്ല. മദ്യപാനികൾ ആ പരിമളത്തിൽ എത്തുകയില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന് സ്വർഗം മനോഹരമാകാൻ വേണ്ടി സ്വർഗത്തിനെ മനോഹാരിത വർണ്ണിച്ചുകൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഒരു ഹദീത്ത്, ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ട ഒരു ഹദീത്ത് ഹില്യത്തിൽ അബൂ നുഐം തങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോളൂ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂലു ലിൽ ജന്ന, സ്വർഗ്ഗത്തോട് അല്ലാഹു പറയും, ത്വയ്യിബി, ഒന്നും കൂടി സുഗന്ധം കൂട്ട്, ഒന്നും കൂടി നന്നാക്. ആരോട് പറയും? യഖൂലുല്ലാഹു ലിൽ ജന്ന, സ്വർഗ്ഗത്തോട് അല്ലാഹു പറയും. എന്ത് പറയും? ത്വയ്യിബി, ഒന്നും നന്നാക്. അത് ത്വയ്യിബൻ, അപ്പോൾ ഒന്നും കൂടി നന്നാവും. പിന്നെ അല്ലാഹു പറയും ഒന്നും കൂടി നന്നാവ്, അപ്പൊ സ്വർഗ്ഗം കൂടി നന്നാവും എന്ന്. പിന്നെ നന്നാവ് എന്ന് പറയും. അതിനനുസരിച്ച് സ്വർഗം നന്നായിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിന്റെ സുഗന്ധങ്ങളും അതിന്റെ മനോഹാരിതകളും അനുദിനം നന്നായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നന്നായിക്കൊണ്ടേയിരിക്കാണ്. എന്തുകൊണ്ട്? നിന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടി എല്ലാ കഷ്ടതകളും സഹിക്കുന്ന ഒരു സംഘം ഭൂമിയിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ നന്നാക്കി വെച്ചിട്ടുള്ളത്. ഒന്നും കൂടി നന്നാക്. എപ്പോഴും അല്ലാഹു തആല സ്വർഗത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു റിവായത്തിൽ ഹൂറുല്യങ്ങൾ ഇപ്പോൾ സ്വർഗത്തിലില്ല, അവർ വേറൊരു ലോകത്താണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടന സമയത്ത് അവരെ കൊണ്ടുവരിക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിലും അതിന്റെ ഭംഗി എന്ന് പറഞ്ഞത് അതന്നെയല്ലേ. ഇപ്പൊ നമ്മൾ നല്ല ഒരു ഇന്റർനാഷണൽ ഒരു ലോഡ്ജ്, ഒരു ഹോട്ടല് ഉണ്ടാക്കി നോക്കും. അതിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അതിന്റെ സെർവന്റുകളൊക്കെ അവിടെ 2 കൊല്ലമായി താമസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ പോണീന് എന്ത് വേനയുള്ളത്? മനസ്സിലായില്ല? സെർവന്റുകൾ അവിടെ നമ്മളെ സെർവന്റുകളാണ്. ഒരു റിവായത്തിൽ 500 കൊല്ലത്തെ വൈദൂരത്തിലാണ് ഹൂറുല്യങ്ങളുടെ ലോകം. റമളാനായ ഇങ്ങോട്ട് നോക്ക് റമളാനായാൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. അപ്പോൾ സ്വർഗത്തിന്റെ പരിമളം ഹൂറുല്യങ്ങളുടെ ലോകത്തേക്ക് അടിച്ചു വീശും. അപ്പോൾ അവര് അല്ലാഹുവോട് പറയും, ഈ റമളാൻ ഭംഗി കൂട്ടിയ ഒരു എണ്ണയെ ഭൂമിയിൽ നിന്ന് എനിക്ക് നിശ്ചയിക്കണമേ. ഈ റമളാനിന്റെ ഹക്ക് പാലിച്ച ഒരാളെ എനിക്കെണയായി നീ സംവിധാനിക്കണമേ. റമളാന്റെ 30 ദിനരാത്രങ്ങളിലും ഹൂറുല്യങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് റമളാനായി എന്നെങ്ങനെ അറിയും? റമളാനായി എന്നെങ്ങനെ അറിയും? കലണ്ടർ ഉണ്ടാ? റമളാൻ 1 ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. അപ്പോൾ 500 കൊല്ലം ദൂരത്തേക്ക് അതിന്റെ പരിമളം അടിച്ചു വീശും. ആ 500 കൊല്ലത്തിന്റെ ദൂരത്താണ് ആരുള്ളത്? നിങ്ങളുടെ ലോകമുള്ളത്. ഇപ്പോൾ സ്വർഗത്തിന്റെ മനോഹരമായ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അവർ പറയും, അവർക്ക് ഉറപ്പാകും, എന്ത്? ഇതാ റമളാനായി.
സ്വർഗത്തിന്റെ വാതിൽ അടച്ചാൽ പരിമളം അവസാനിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാകുമെന്ത് റമളാൻ അവസാനിച്ചു. ഈ പരിമളം അടിച്ച് വീശുമ്പോഴെല്ലാം അവർ ഭൂമിയിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഭൂമിയിൽ നിന്ന് സാലിഹത്തായ ഒരു തോഴിയെ, ഒരു രാജകുമാരിയെ, നിന്റെ നഖിയ്യത്തായ ഒരു തോഴിയെ, ഒരു കൂട്ടുകാരിയായ മനുഷ്യ സ്ത്രീയെ എനിക്ക് നൽകണമേ, ഒരു പുരുഷനെ എനിക്ക് ഇണയാക്കി നൽകണമേ എന്ന് ഹൂറുൽ-ഈങ്ങൾ റമളാൻ 1 മുതൽ 30 വരെ അല്ലാഹു ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവരെ അല്ലാഹു തആല വേറെ ലോകത്ത് സംവിധാനിച്ചതാണ്. 500 കൊല്ലത്തെ പരിമളം അടിച്ചു വീശും പുറത്തേക്ക്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിൽ രഹസ്യം പറഞ്ഞാൽ നല്ല ഉഷാറിലാണ്. രഹസ്യമായാലും എൽമാണെങ്കിൽ പരസ്യമായാലുമാണെങ്കിലും രഹസ്യമായാലും യഖൂലുല്ലാഹുൽ ജന്നത്തു ത്വയ്യിബീ, നന്നാകി എന്ന് സുഗന്ധം കൂട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോട് പറഞ്ഞു. ലി അഹ്ലിക്കി, നിന്റെ ആളുകൾക്ക് വേണ്ടി നന്നാക് എന്ന് സ്വർഗ്ഗത്തോട് അല്ലാഹു പറയും. ഫതസ്ദാദു ത്വയ്യിബൻ, അപ്പോൾ സുഗന്ധം ഇങ്ങനെ കൂട്ടും. നിന്റെ ആളുകൾക്ക് വേണ്ടി നീ ഒന്നും കൂടി മെച്ചപ്പെട് എന്ന്, സുഗന്ധവാഹിനിയാക്, ഒന്നും കൂടി സുഗന്ധം വർദ്ധിപ്പിക്ക് എന്ന് ഈ സ്വർഗ്ഗത്തോട് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് സ്വർഗ്ഗത്തിൽ വദാലിക്കൽ ബർദുല്ലദീ തജിദുഹു ബിസ്സഹരി മിൻ ദാലിക, അത്താഴത്തിന് സമയത്ത് തഹജ്ജുദിന് എണീക്കുന്ന ആളുകൾ പരിസരത്ത് നിന്ന് അനുഭവിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം സ്വർഗീയ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് മുസ്തഫ മനസ്സിലായോ? അതായത് അത്താഴ നേരത്ത്, അത്താഴത്തിനല്ല, അത്താഴ നേരത്ത് എണീക്കും. എന്തിന്? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. സുബഹിയോട് അടുത്ത അവസാന സമയത്ത് പാതിരാത്രി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ എണീക്കാൻ തുടങ്ങും. ഈമാന്റെ ഖുവ്വത്തിനനുസരിച്ച് അവരങ്ങനെ ഇരിക്കും, ദുആ ചെയ്യും, നിസ്കരിക്കും, ഖുർആൻ ഓതും, ദുആ ചെയ്യും. ആ നേരത്തെ അവർ അനുഭവിക്കുന്ന ഒരു സുഗന്ധമുണ്ട്. ആ സുഗന്ധം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അത് തജിദുഹു, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയും. മിൻ ദാലിക ത്വയ്യിബി, അത് സ്വർഗീയ, വമിൻ ദാലികൽ ബർദി, അത് സ്വർഗീയ തണുപ്പിന്റെയും സ്വർഗീയ സുഗന്ധത്തിന്റെയും ഭാഗമാണ്. യാതൊരു അവസ്ഥ ഉണ്ടാവും ആ നേരത്തെ, ഒരു അവസ്ഥ ഉണ്ട് ഭൂമിയിൽ. ഒരു അവസ്ഥ എന്നറിയാം, ഭയങ്കരമാണ് അവസ്ഥ. അതവിടുന്ന് പുറത്തു വരികയാണ്. ഇനി അത് അനുഭവിക്കാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഒരു അളാപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധം വന്നാൽ എങ്കിൽ അങ്ങനെ കാത്തിരുന്നു. അപ്പോഴാണ് ഉഹദ് രണാങ്കണം ഉണ്ടായത്. ഉഹദ് രണാങ്കണത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തതിൽ ഒരാൾ എന്റെ ഈ അളാപ്പയുമായിരുന്നു. അങ്ങനെ ഉഹദിലേക്ക് എന്റെ അളാപ്പയും പോയി. അദ്ദേഹം ഉഹദ് മുഴുവൻ ഓടി നടന്ന് സഅദ് ഇബ്നു മുആദിനെ കണ്ടപ്പോൾ പറഞ്ഞു, സഅദേ, എവിടെ വാസന വരുന്നുണ്ടല്ലോ, അജിദു മിൻ റീഹിൽ ജന്ന. സഅദേ, ഇവിടുന്ന് വാസന വരുന്നുണ്ടല്ലോ, സ്വർഗത്തിന്റെ വാസന. ആര് പറഞ്ഞു? സഅദേ, വല്ലാത്തൊരു വാസന വരുന്നുണ്ടല്ലോ. فاستقبل سعد بن معاذ فقال له എവിടെ സഅദേ, സ്വർഗ്ഗം എവിടെ? ഇവിടെ അടുത്തുള്ള മാതിരിയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅദേ, സ്വർഗ്ഗം എവിടെയോ എത്തിയ മാതിരി ഉണ്ടല്ലോ. സ്വർഗ്ഗം അവിടെ തന്നെ, ആ വാസന അനുഭവിക്കാണ് ആര്? ഈ സ്വഹാബി എന്ന്. സ്വർഗത്തിന്റെ വാസന അതിമനോഹരമായ വാസനയാണ്. ഉഹദിന്റെ പരിസരത്ത് എവിടെയോ സ്വർഗം എത്തിയിട്ടുണ്ട്, ഞാനത് അനുഭവിക്കുന്നുണ്ട് സഅദേ എന്ന് പറയുകയും ശത്രുക്കളെ മുന്നിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. ആര്? ഈ സ്വഹാബി എന്ന്.
അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80 ചില്ലാനും വെട്ടുകൾ ഉണ്ടായിരുന്നു. കുത്തും വെട്ടിട്ട് 80 ചില്ലാനും. പെങ്ങളാ തിരിച്ചറിഞ്ഞത് ബിബനാനിഹി, അദ്ദേഹത്തിന്റെ വിരൽക്കുടി നോക്കി. വിരൽക്കുടിയിൽ പ്രത്യേക അടയാളുണ്ട്. ആ വിരൽക്കുടി നോക്കിയാണ് അദ്ദേഹത്തിന്റെ സഹോദരി മനസ്സിലാക്കിയത് ഇതിന്റെ അക്കാക്കയാണ്. അത്രയും അദ്ദേഹം നാമാവശേഷമാക്കപ്പെട്ടു. മനസ്സിലായോ പറഞ്ഞത്? ഇതിവിടെ ഈ ഹദീസോട് പറയാനുള്ള കാരണം എന്താ? ആ സ്വർഗത്തിന്റെ പരിമളം ഞാൻ എത്തിക്കുന്നുണ്ടല്ലോ ദൂന ഉഹുദിൻ, ഉഹദിന്റെ പരിസരത്ത് എവിടെയോ. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ അത് കിട്ടും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് കിട്ടും. ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവർക്ക് സ്വർഗത്തിന്റെ വാസന ദുനിയാവ് അനുഭവിക്കാൻ കഴിയും. ആരനുഭവിക്കുന്നത് പോലെ ഇപ്പോൾ ആരനുഭവിക്കുന്നത് പോലെ, നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ. ചിലപ്പോൾ കാറ്റ്, മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രത്യേക കാറ്റുണ്ടാവും. ആ കാറ്റ് ഒരു മൂക്കിലേക്ക് കയറ്റി കൊടുക്കും. ആ പരിമളം നിങ്ങൾ കയറ്റും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്. സ്വർഗത്തിന്റെ വാതിലിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, റമളാനിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാതിൽ വേറെയും തുറക്കാറുണ്ട്. എന്നാണ് സ്വർഗത്തിന്റെ വാതിൽ പിന്നെ തുറക്കുക? റമളാനിൽ തുറക്കും. ഇപ്പോഴും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നുണ്ട്. തുഫ്തഹു അബ്വാബുൽ ജന്ന ഫീ കുല്ലി യൗമിൽ ഇസ്നൈൻ വ ഖമീസിൻ. വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ല, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, എന്ത്? തുഫ്തഹു അബ്വാബുൽ ജന്ന ഫീ കുല്ലി യൗമിൽ ഇസ്നൈൻ വ യൗമിൽ ഖമീസ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇപ്പോഴും സ്വർഗത്തിന്റെ വാതിൽ തുറക്കാറുണ്ട് എന്ന് യഖൂലുല്ലാഹു അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് പറയും, എന്റെ സ്വർഗമേ നന്നാകേ. ഫയഫ്തഹുഹാ, എന്നിട്ട് സ്വർഗത്തെ പറയാൻ തുറക്കാൻ അല്ലാഹു കൽപ്പിക്കും. സ്വർഗം തുറക്കും. യൗമൽ ഇസ്നൈൻ വ യൗമ ഖമീസിൻ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എന്റെ ആളുകൾക്ക് നീ ഒന്നുകൂടി സുഗന്ധം കൂട്ടിയെന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തോടല്ലാവും ഇപ്പോഴും പറയുമെന്നും, സ്വർഗത്തിന്റെ വാതിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കുകയും ഇപ്പോഴും തുറക്കാറുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. റമളാൻ മൊത്തം സ്വർഗത്തിന്റെ വാതിൽ തുറന്നിടും. പിന്നെ റമളാൻ അല്ലാത്ത കാലത്ത് എന്നും തിങ്കളാഴ്ചയും തുറക്കും, വ്യാഴാഴ്ചയും തുറക്കും എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകൾ കാണാം. പല സ്ഥലത്തും ഞാൻ ആ ഹദീസ് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയും, എന്ത്? സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നേരത്ത് അള്ളാഹു എന്നെ നോമ്പുകാരനായി കാണാൻ വേണ്ടിയാണ് ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് എടുക്കാറുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പോഴും ഒരാഴ്ചയിൽ ഏറ്റവും ഇബാദത്ത് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളിൽപ്പെട്ടതാണ് എന്നും, പ്രത്യേകിച്ച് നോമ്പ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എന്തുകൊണ്ട്? സ്വർഗത്തിന്റെ വാതിൽ ഇപ്പോഴും തുറക്കും. റമളാൻ 30 ദിവസവും തുറക്കും. തുറന്നാൽ അതിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയും. ആർക്ക്? അതിന്റെ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകിച്ച് ആസ്വദിക്കാൻ കഴിയും. എന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമെന്നും അതിന്റെ ഭംഗിയും അതിന്റെ സൗന്ദര്യവും അതിന്റെ സുഗന്ധവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്റെ ഒന്നുകൂടി നന്നാകുക. എന്തിനേലി ഔലിയാഇ, എന്റെ ചില പ്രത്യേകക്കാരുണ്ട് ഭൂമിയിൽ, അവർക്ക് വേണ്ടി നീ ഒന്നുകൂടി അലങ്കൃതയാക, നീ ഒന്നുകൂടി ഭംഗി കൂട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് പറയും എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം. ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് സ്വീകരിക്കുക? ആർക്കൊക്കെ വേണ്ടിയാ തുറക്കുക? ഞാൻ ചില ഹദീസുകൾ കാണിക്കാം. ഈ സ്വർഗത്തിന്റെ വാതിലുകൾ പറയുന്നിടത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വാതിലുണ്ട്, ആ വാതിൽ ഖിയാമത്ത് നാളല്ലാതെ അടക്കൂല. ആ വാതിലിന്
ബാബുർ റഹ്മ എന്ന് പറയും, ബാബു മുഹമ്മദ് എന്നും പറയും. ബാബു മുഹമ്മദ് എന്നൊരു വാതിലുണ്ട് സ്വർഗത്തിന്, അത് അന്ത്യനാൾ വരെ തുറന്നിടും. അതിന് ബാബു മുഹമ്മദ് എന്ന് പറയും, ബാബു തൗബ എന്ന് പറയും, ബാബുർ റഹ്മ എന്ന് പറയും, ബാബു മുഹമ്മദ് എന്ന് പറയും. സ്വർഗത്തിന്റെ ഒരു വാതിലുണ്ട്, അന്ത്യനാൾ വരെ തുറന്നിടും. ഇനി 3 പേരുണ്ട് പ്രധാനമായും. ഒന്ന് ബാബു മുഹമ്മദ്, ഒന്ന് പറ സ്വർഗത്തിന്റെ വാതിലുകളുടെ പേരുകൾ ഒന്ന് പരിചയപ്പെടാം. ഒരു വാതിലുണ്ട് എന്ത്, ബാബു മുഹമ്മദ് എന്നും പേരുണ്ട് ആ വാതിലിന്, പിന്നെ ബാബു റഹ്മാനും പേരുണ്ട്, പിന്നെ ബാബു തൗബ എന്നും പേരുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. തൗബയുടെ അവസാന നബിയു തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ, നബിയു റഹ്മ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അന മുഹമ്മദുൻ വ അന അഹ്മദു വ അനൽ ഹാസിബു വ അനൽ ആഖിബു വ അന നബിയു തൗബ വ അന നബിയു റഹ്മ. ഇതെല്ലാം ഞാനാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെയാണ്. തൗബയുടെ വാതിലും റസൂലാണ്, റഹ്മത്തിന്റെ വാതിലും റസൂലാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ വാതിലുണ്ട്, ബാബു മുഹമ്മദ്. അതിന് വേറെ 2 പേരുണ്ട് പ്രധാനമായും. ഒന്ന് ബാബു റഹ്മാൻ എന്നും പേരുണ്ട്, പറ ബാബു തൗബ എന്നും പേര് എന്ന് ഓടിച്ചു പോക്ക. സ്വർഗത്തിന്റെ വാതിലുകൾ 7 മുഗല്ലഖ, 7 വാതിലുകൾ സദാ അടച്ചിടുന്നതാണ്. വബാബുൻ മഫ്തൂഹുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഒരു വാതിൽ തുറന്നിടുന്നതാണ്. അതേതാ? അത് ബാബു മുഹമ്മദ്, അത് ബാബു റഹ്മ, അത് ബാബു തൗബ. മനസ്സിലായില്ല? കേൾക്ക് കേൾക്ക് കേൾക്ക്. സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? 8. അതിൽ 7 മുഗല്ലഖ, 7 വാതിലും ഏത് കാലത്തും അടച്ചിടും. ഇല്ല ബാബു വാഹിദ് വലാ യുഗ്ലഖു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അടക്കൂല. ആ വാതിലിന് പ്രധാനമായും 3 പേരുണ്ട്. ഒന്ന് ബാബു മുഹമ്മദ്, ഒന്ന് ബാബു റഹ്മ, ഒന്ന് ബാബു തൗബ. ഇത് ആ വാതിലിന്റെ പേരാണ്. ഈ 3 അന്ത്യനാൾ വരെ കൃത്യമാണ്. മുഹമ്മദ് മുസ്തഫയിലേക്കുള്ള വാതിൽ, മൂസാ നബിയിലേക്കുള്ള വാതിൽ അടച്ചു, ഈസാ നബിയിലേക്കുള്ള വാതിൽ അടച്ചു, റസൂലിലേക്കുള്ള വാതിൽ ഖിയാമത്ത് നാൾ വരെ അടക്കൂല. തൗബാന്റെ വാതിൽ ഖിയാമത്ത് നാൾ വരെ അടക്കൂല. റഹ്മത്തിന്റെ വാതിൽ ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ അടയൂല. 8 വാതിലുകളിൽ, സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഈ ഐഹികമായ ജീവിതകാലത്ത് തന്നെ 7 വാതിൽ അടച്ചിടുകയും 1 വാതിൽ തുറക്കുകയും ചെയ്യുന്നതാണ്. ഒരു വാതിൽ നിസ്കാരക്കാർക്കാണ്. അല്ലാഹു തആല നിസ്കാരത്തിന് ഹക്ക് വിട്ടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു വാതിൽ നോമ്പുകാർക്കാണ്. ഒരു വാതിൽ ഹജ്ജുകാർക്കാണ്. ഒരു വാതിൽ ഉംറ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ ഹജ്ജ് ഉംറ ചെയ്യാത്തവരോ? തന്റെ കഴിവില്ലായ്മ കൊണ്ട് ഒരാൾ ചെയ്തില്ല, പക്ഷെ അയാൾ മനസ്സിൽ നാവിയാകണം. എന്ത്? പഠിച്ചോനെ എനിക്ക് സൗകര്യം തരുകയും എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, എനിക്ക് ഹജ്ജ് ചെയ്യണം എന്ന് നിയത്ത് ചെയ്താൽ തന്നെ മതി. എങ്കിൽ അവർ ഹജ്ജിക്ക് പകരാണ്. അവർക്കും അതിലുണ്ട്. സൗകര്യം കിട്ടിയിട്ടും ഹജ്ജ് ചെയ്യാത്തവർ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടും. നന്മയുടെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളുകളുണ്ട്. അന്ത്യനാൾ വരെ അവർ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. സമരം അതാണ് ജിഹാദ്. അല്ലാതെ എന്തല്ല, കൊല്ലല്ല. സമരം അതാണ് ജിഹാദ്. നന്മക്ക് വേണ്ടിയുള്ള സമരം. സമരം 12 സിന്ദാബാദ് വിളിക്കല്ല. നന്മ നടപ്പിലാക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നതിനാണ് ജിഹാദ് എന്ന് പറയും. സദാ ദിക്ർ ചെല്ലുന്നവർക്ക് ഒരു വാതിലുണ്ട്. എപ്പോഴും അല്ലാഹു തആലക്ക് നന്ദി പറയുന്നവർക്ക് വാതിലുണ്ട്. ശുക്റിന്റെ കലിമത്തേതാ? അൽഹംദുലില്ലാ. ശുക്റിന്റെ കലിമത്തേതാ? അൽഹംദുലില്ലാ. എന്ന് സ്വർഗത്തിന്റെ ഓരോ വാതിലിനും അഹ്ലുകാരുണ്ട്. മനസ്സിലായില്ലേ? സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. മനസ്സിലായില്ലോ? സ്വർഗത്തിന്റെ ദറജ പിന്നെ മനസ്സിലാവുമ്പോഴാണ് ഈ 8 വാതിൽ ഞാൻ പിന്നെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആ വാതിൽ അഹ്ലുൻ, ഏതൊരു അമലിനും ഉണ്ട്. അഹ്ലുൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ ഒരു അവകാശം ഉണ്ടായിരിക്കും ഒരു അമലിന്. അത് ആത്മാർത്ഥമായി ചെയ്താൽ സ്വർഗത്തിന്റെ വാതിലിൽ അയാൾക്ക്, ആ അമലുകാരന് യുദ്ഔന ബിദാലിക്കൽ അമലി, ആ അമല് കൊണ്ടായിരിക്കും അയാളെ ക്ഷണിക്കപ്പെടുക.
മനസ്സിലായില്ലേ? ഉദാഹരണം പറയാം, മക്കത്ത് നമ്മൾ ഹജ്ജിനോ ഉംറക്കോ ചെയ്ത ചെന്നതാണെങ്കിൽ പോലീസുകാരൻ ഹജി ഹജി എന്ന് വിളിക്കും. ഹജി ഹജി അങ്ങനെ പറയും. അവിടെ റെസ്റ്റോറന്റ് നടത്തുന്നവന് അങ്ങനെ പറയും. മനസ്സിലായില്ല? രണ്ടാണ് ഉദ്ദേശം, രണ്ടാണ്. എന്നതുപോലെ ഏതൊരാളെയും അയാൾക്ക് അധികമുള്ള അമൽ കൊണ്ട് വിളിക്കപ്പെടും. അള്ളാഹു എല്ലാ അമൽ കൊണ്ട് വിളിക്കപ്പെടുന്നവരിലും നമ്മളെ ചേർത്ത് തരട്ടെ. ഒരു മനുഷ്യന് എന്താണോ കൂടുതലുള്ള അമല്, ആ അമല് കൊണ്ടായിരിക്കും സ്വർഗത്തിന്റെ വാതിൽക്കൽ അവന് അർഹത ഉണ്ടാവുക. ചിന്തിക്ക് എന്ന് എന്ന പേരിൽ ഒരു വാതിലുണ്ട് സ്വർഗത്തിന്. സ്ഥിരമായി അവർ നബി സ്വലാത്തിൽ നിത്യമായി നിസ്കരിക്കുന്ന ആളുകളെ ആ വാതിലിലൂടെ വിളിക്കപ്പെടും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ എന്ന്